കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 19 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശുവിൻ്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. നിൻ്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്നവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വിശുദ്ധനാണ് പാദ്രെ പിയോ. പിയൂസ് അതാണ് പിയോ എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുക. പാദ്രെ എന്ന് പറഞ്ഞാൽ ഫാദർ. പാദ്രെ പിയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ പ്രചോദനം ഉണ്ടാവും. അത്രമാത്രം പ്രഗത്ഭനായ ഒരു വിശുദ്ധൻ. അസാധാരണമായ രീതിയിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ, വിശ്വസിക്കാൻ കഴിഞ്ഞ, ജീവിക്കാനും സഹനങ്ങൾ ഏറ്റെടുക്കാനും കഴിഞ്ഞ ഒരു വ്യക്തിയാണ് പാദ്രെ പിയോ. ഒരു ദിവസം ഒരു 1/2 ലിറ്റർ രക്തം ഈ പഞ്ചക്ഷതധാരിയായ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുമായിരുന്നു. 1/2 ലിറ്റർ. പക്ഷേ ഇതെല്ലാം ആണെങ്കിലും വളരെ ഊർജ്ജസ്വലനായിട്ട് ചിലപ്പോഴൊക്കെ ദിവ്യകാരുണ്യം മാത്രം സ്വീകരിച്ച് നാളുകളോളം ജീവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ പാദ്രെ പിയോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കുമ്പസാരം എന്നൊക്കെ പറഞ്ഞാൽ 18 മണിക്കൂർ വരെ ഇരുന്ന് കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. 18 മണിക്കൂർ. നമുക്കറിയാം, നമ്മൾ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അനുഭവിക്കുന്ന എന്താണെന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള 18 മണിക്കൂറൊക്കെ. ഇനി അതുപോലെ തന്നെ കുമ്പസാരിപ്പിക്കാനിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ആരെങ്കിലും അനുതാപം ഇല്ലാതെയാണ് കുമ്പസാരിക്കാൻ വരുന്നതെങ്കിൽ നിർത്തിക്കോളാൻ പറയും. അനുതാപം വന്നിട്ട് കുമ്പസാരിച്ചാൽ മതി. നമ്മളെങ്ങാനും ഈ വിശുദ്ധൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ പലർക്കും പണി കിട്ടും. അനുതാപം ഇല്ലെങ്കിൽ പുള്ളിക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ബോധപൂർവമല്ല, അറിയാതെ ചില പാപങ്ങൾ മറിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് വെളിപ്പെട്ട് കിട്ടും. ഇങ്ങോട്ട് പറയും, ഈ കാര്യം കൂടെ പറഞ്ഞു വേണേ കുമ്പസാരിച്ചോളാൻ പറയും. ഇതുപോലെ അസാധാരണമായിട്ടുള്ള സിദ്ധിയും കഴിവുകളും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് വിശുദ്ധ പാദ്രെ പിയോ. അദ്ദേഹത്തിന് വളരെയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു യുദ്ധവിമാനം വന്നപ്പോൾ അദ്ദേഹം പറന്ന് അതിൻ്റെ മുമ്പിൽ ചെന്ന് തിരിച്ചു പൊക്കോളാനുള്ള ആ ഒരു ആക്ഷൻ കാണിച്ചു കഴിഞ്ഞപ്പം അവർ തിരിച്ചുപോയി. എൻ്റെ പൈലറ്റ് പിന്നീട് അന്വേഷിച്ചു വന്നു ഈ ആശ്രമം. അപ്പോൾ പാദ്രെ പിയോ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കണ്ടിട്ട് പറഞ്ഞത്, ഇയാൾ തന്നെയാണ് അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്, അതുകൊണ്ടാണ് വിമാനം തിരിച്ചു പോയത്. നമുക്കാണെങ്കിൽ സാധിക്കും ഇതുപോലത്തെ അസാധാരണമായിട്ടുള്ള സിദ്ധികൾ ഉള്ള വിശുദ്ധർ പോലും വളരെ വിരളമാണ്. ഇനി ഇങ്ങനെയെല്ലാം അദ്ദേഹത്തിന് മരിച്ച ആളെ ജീവനിലേക്ക് കൊണ്ടുവരാൻ, അങ്ങനെ രോഗസൗഖ്യം കൊടുക്കാൻ, അദ്ദേഹം കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ ഒരുപാട് രോഗശാന്തികൾ ബലിയിൽ സംഭവിച്ചിരുന്നു എന്നുള്ളത് ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം സാധ്യമായത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മൾ കേട്ട കാര്യം, എൻ്റെ അമ്മയും എൻ്റെ സഹോദരരും ആരാണ്? എൻ്റെ വചനം അനുസരിക്കുന്നവർ. യേശു പഠിപ്പിച്ച കാര്യം. ഇത് ഹൃദയത്തിലേറ്റ് ജീവിച്ചൊരു വ്യക്തിയാണ് വിശുദ്ധ പാദ്രെ പിയോ. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച വ്യക്തി. സഭയോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹം എന്ന് പറയുന്നത് അളവറ്റ സ്നേഹം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അസാധാരണമായിട്ടുള്ള സിദ്ധികളെ, അഭിഷേകം അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ച കാര്യങ്ങൾക്ക് നമ്മളൊന്ന് പ്രാധാന്യം കൽപ്പിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ച കാര്യങ്ങൾ അത് പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറിയാൽ ഇതുപോലെ അസാധാരണമായ ആത്മീയ ശക്തി, അഭിഷേകം ഇത് നമുക്കുണ്ടാകും, നമ്മളിൽ വെളിപ്പെടുകയും ചെയ്യും.
ഒന്നാമത്തെ കാര്യം, അദ്ദേഹം അറിയപ്പെടുന്നത് ലിവിങ് റോസറി, ജീവിക്കുന്ന ജപമാല. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും മര്യാദയ്ക്ക് ജപമാല ധ്യാനാത്മകമായിട്ട് ചൊല്ലുന്നവരാണോ? ഞാൻ അതിന് സമയം കുറവായതുകൊണ്ട് നമ്മൾ പല അഡ്ജസ്റ്റ്മെൻറ്റും നടത്തും. മൊത്തം ചെല്ലുന്നതിന് പകരം അതിൻ്റെ ഒരു ഭാഗം ചൊല്ലിയേക്കാമെന്ന് വിചാരിക്കും. ഒരു ദിവസം 40 പ്രാവശ്യം ജപമാല ചൊല്ലിയിരുന്നൊരു വ്യക്തിയാണ് വിശുദ്ധ പാദ്രി പിയോ എന്ന് പറയുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഒരു ദിവസം 40 പ്രാവശ്യം അദ്ദേഹം ചെയ്യുന്ന സകല കാര്യങ്ങൾ, കുമ്പസാരക്കൂട്ടിയിരുന്നാണേലും കുമ്പസാരിക്കാൻ വരുന്നവർക്ക് വേണ്ടി ജപമാല അത് കൈപിടിച്ച് ഉരുട്ടി ആ ഒരു പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം അവിടെ ഇരുന്ന് ഈ ശുശ്രൂഷ ചെയ്തു. മറ്റേത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ജപമാല പ്രാർത്ഥന, ജപമാലയെ പരിശുദ്ധ കന്യകാമറിയത്തെയൊക്കെ അങ്ങേയറ്റം പ്രണയിച്ച ഒരു വ്യക്തിയാണ് പാദ്രി പിയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ബലി ജീവിതം, ബലിയർപ്പണത്തോടുള്ള ഇഷ്ടം. അദ്ദേഹം കുർബാന അർപ്പിക്കുമ്പോൾ എടുത്ത സമയം ഒരു 4 മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു. ആ തുടക്കത്തിൽ അദ്ദേഹം വന്നിട്ട് ആൾത്താരയുടെ മുമ്പിലേക്ക് കമന്നങ്ങ് കിടക്കും. ഇത് കണ്ടിട്ട് എല്ലാവരും കമന്ന് വീഴും. സോളം സൈലൻസ് എന്ന് പറയും. ഇനി അത് വിശുദ്ധ ബലിയർപ്പണത്തിനുള്ള ഒരുക്കമാണ്. ഇത് കഴിഞ്ഞാൽ ബലിയുടെ സമയത്ത് ചിലപ്പോൾ പഞ്ചക്ഷത ഉണ്ടാവും, ബലിയുടെ സമയത്ത് രോഗശാന്തികളുണ്ടാവും. ഇതെല്ലാമായിട്ട് 4 മണിക്കൂറൊക്കെ നീളുന്ന കുർബാന. പങ്കെടുത്തത് 40,000 പേരും മറ്റൊക്കെയാണ് ഒരു ബലിയിൽ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞാൻ 4 വേണ്ട 2 മണിക്കൂർ നീളുന്നൊരു കുർബാന ഞാൻ അർപ്പിച്ച അതിൽ പങ്കെടുക്കാൻ 40 പേര് കാണുമോ? 40,000 പേരൊക്കെ ഒരു ബലിയിൽ. നമുക്ക് കോവിഡ് കാലത്ത് ഞാൻ കണ്ടതാണ്, 20 മിനിറ്റ് തീരുന്ന കുർബാനയാണെങ്കിൽ 40,000 പേര്, 1.25 മണിക്കൂർ എടുക്കുന്ന കുർബാനയാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് 40 പേര് പോലും കയറിയിട്ടില്ല. വിശുദ്ധ ബലിക്ക് നീളം കൂടുതലാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ദൈവത്തോടുള്ള അവരുടെ സ്നേഹം വളരെ കുറുകിപ്പോയതാണ്. പല വിശുദ്ധരും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാനയെ നമുക്ക് പ്രണയിക്കാൻ സാധിച്ചാൽ അതിൻ്റെ സൽഫലങ്ങൾ അത്ഭുതകരമായിരിക്കും എന്നുള്ളത് പല വിശുദ്ധരും ഒരുപോലെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അശുദ്ധാത്മാക്കളെ വിരട്ടി ഓടിക്കുന്ന ആ ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെല്ലാം എന്തുകൊണ്ടാണ്? പ്രാർത്ഥനയും വിശുദ്ധ ബലിയർപ്പണവുമൊക്കെ അതുപോലെ ഗൗരവപൂർവ്വം എടുത്ത് ജീവിച്ചതുകൊണ്ടാണ്. സാത്താൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അകപ്പാടെ ഉറങ്ങാനായിട്ട് 2-3 മണിക്കൂറൊക്കെ ആയിരിക്കാം, ആ സമയത്ത് പോലും ഉറക്കത്തില്ല. ഇവനാണ് എൻ്റെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് സാത്താൻ ആക്രോശിക്കുന്ന ആ ഒരവസ്ഥയുണ്ടായിരുന്നു എന്നുള്ളത്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഷേപ്പിൽ, രൂപത്തിൽ സാത്താൻ വരുമായിരുന്നു. മാലാഖയുടെ ഷേപ്പിൽ വരുമായിരുന്നു. നമ്മുടെ അടുത്തേക്ക് എങ്ങാൻ വന്നാൽ നമ്മൾ ഉടനെ അതും വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകും. വിവേകത്തിൻ്റെ വരം, ജ്ഞാനവരം ഇതുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാകും ഇത് പരിശുദ്ധ കന്യാമറിയൊന്നുമല്ല. അതനുസരിച്ച് അവിടെ പെരുമാറിയിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ പാദ്രി പിയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടതിന് പ്രാധാന്യം കൽപ്പിച്ച് പ്രാർത്ഥനയ്ക്കും ബലിയർപ്പണത്തിനും മര്യഭക്തിക്കും ശുശ്രൂഷ ജീവിതത്തിനും സഹനത്തിനുമൊക്കെ പ്രാധാന്യം കൽപ്പിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഇതുപോലെ അത്ഭുതകരമായ ശക്തി നമ്മളിൽ പ്രകടമാകും. നമ്മളിലൂടെ അനേകം മക്കൾക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ സാധിക്കും. നമുക്കും അനേകം ആത്മാക്കളെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടായിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.